എല്ലാ കുട്ടി വല്ലസും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഓക്കെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണോ? ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അല്ലേ? എല്ലാവരും ഹാപ്പി ആണോ ചോദിക്കും. എല്ലാവരും ഹാപ്പിയാണോ? കൊന്നെ ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. കൊന്നെ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകും പൊന്നി? വെൽക്കം ടു വയലിൻ ട്യൂട്ടോറിയൽ. അപ്പോൾ നമ്മളിന്നൊരു ന്യൂ വയലിൻ ട്യൂട്ടോറിയലായിട്ട് വന്നിരിക്കുകയാണ്. ആർക്ക് വേണ്ടി വന്നിരിക്കുന്നത്? ബിഗിനേഴ്സിന് വേണ്ടി അല്ലേ? ബിഗിനേഴ്സിന് വേണ്ടിയാണ് നമ്മളിന്ന് ഒരു പുതിയ ട്യൂട്ടോറിയലായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ ചൂസ് ചെയ്ത സോങ് ഏതാണെന്ന് വെച്ചാൽ റോജ എന്ന മൂവിയിലെ ചിന്ന ചിന്ന ഹസേ പഠിക്കേ. അപ്പോൾ ഈ ഒരു സോങ്ങിലെ എല്ലാ സ്വരവും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ പറഞ്ഞേ വീഡിയോ ഫുള്ളായിട്ട് കാണണം അല്ലേ? അങ്ങനെ ഇപ്പം വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നമുക്കിത് വയലിനിൽ പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും വീഡിയോ പോയി കാണണം. പറഞ്ഞേ, എല്ലാവരും വീഡിയോ പോയി കാണണം. അടിപൊളിയായിട്ട് വയലിൽ വായിക്കാൻ പറ്റട്ടെ. Without any doubts, this is very simple song, so you can play it on your violin. This song doesn't have any gamakas. ഞാൻ ഗമകാസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഓടി പോയി കണ്ടുപിടിക്കാൻ പറ പെട്ടെന്ന് പറ. കണ്ടുപിടിക്കാൻ എൻ്റെ കൊച്ചിൻ്റെ വിശക്കെന്ന് പറ ഇങ്ങോട്ട്. എൻ്റെ കൊച്ചോ നിനക്ക് വിശക്കെന്ന് പറയടി. എൻ്റെ പൊന്നിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നിർത്താൻ നിങ്ങൾ എല്ലാവരും ഓടിപ്പോയി വയലിൻ ട്യൂട്ടോറിയൽ കണ്ടിട്ട് വരാം. ഓക്കെ, തിരിച്ചു വരും, കഴിച്ചിട്ടൊക്കെ വരും അല്ലേ? ബൈ. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന രീ ഏറ്റവും താഴെയുള്ള രീ ആണെങ്കിൽ കുറച്ചും കൂടെ മുകളിലുള്ള രീയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഇന്ന് ഈ ഒരു സോങ്ങിന് വായിക്കാൻ ഉദ്ദേശിക്കുന്ന രീ ഇത്രയും ഡിസ്റ്റൻസ് മുകളിലുള്ള രീയാണ്. ഓക്കെ ഓക്കെ സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സാഗരിമ ഗഗ രീ കുറച്ചുകൂടെ മുകളിൽ വയ്ക്കണം. ഓക്കെ, സാഗരിമ ഗഗ ശേഷം ഈ രണ്ട് ലൈൻസും രണ്ടു വട്ടാണ് വായിക്കുന്നത്. നോക്കാം. ഇത് രണ്ടു വട്ടം വായിച്ചതിന് ശേഷം ഓക്കെ നമ്മൾ ഇത്രയും മുകളിലാണ് ഈ സോങ്ങിൽ യൂസ് ചെയ്തത്. ഇനി ധാ ആണെങ്കിലും ധായും കുറച്ചും കൂടെ മുകളിൽ ഇത്രയും ഡിസ്റ്റൻസിലായിരിക്കും നമ്മൾ ധായും വായിക്കാൻ പോകുന്നത്. അതുപോലെ നീയും ഈ ഒരു സോങ്ങിലുള്ള നീയും ഈ ധായില്ലേ, ധാറ്റുപോലെ തൊട്ടടുത്ത് വെക്കുന്ന നീ. ഓക്കെ, ദിസ് ഈസ് നീ വൺ. ഈ നീയാണ് നമ്മളിന്ന് ഈ സോങ്ങിൽ വായിക്കുന്നത്. ധനി 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 പാഥ പമ മാമ രി രി പമ ഗഗ സ രി പമ ഗഗ. ഓക്കെ, എന്നിട്ട് വീണ്ടും ചിന്ന ചിന്ന ആസേനുള്ള ഒരു പല പൊസിഷൻ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഏതായി കുട്ടി? ഫോഗ് മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. കിട്ടില്ലേ വയലിൻ കുറച്ചും കൂടെ വലിയ കുട്ടിയാകുമ്പോ കുഞ്ഞെ പോലെ വയലിൻ വായിക്കണം കേട്ടാ. കുഞ്ഞെ പോലെ കുഞ്ഞേക്കാളും വലിയൊരു വയലിനിസ്റ്റ് ആവും ഇല്ലേ പൊന്നി?
പക്ഷെ കടലില് നമുക്കൊരു പൊങ്ങി നിൽക്കുന്ന ഒരു ഷൂ ഉണ്ട്. അതിൽ പൊങ്ങി നിന്നിട്ട് വെള്ളത്തിൽ തന്നെ വീഴും. എന്നിട്ട് വായി വെള്ളം കയറി തുമ്മി വെള്ളം കയറി ശ്വാസം വിടത്തില്ല. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ വയലിൻ്റെ ചോദിച്ചോണ്ടിരുന്നത് ഇങ്ങനെ കമന്ന് വീണു. മുക്കി വെള്ളം കയറി ശ്വാസം എടുക്കാത്തില്ല. ആളില്ലാത്തപ്പം എല്ലാം ഇല്ലാത്തപ്പം ഉണ്ടായിരുന്നെങ്കിൽ ജീവനം ഉണ്ടായിരുന്നില്ലേ? എന്താ അപ്പൊ പറയാത്തേ? സോറി. എടാ ഇവിടെ നിന്ന് പാട്ട് കേൾക്കാതെടേ മാറിക്കാൻ. ദേവുവേ, ദേവു, ദേവു, ദേവി, ദേവി. മതി. പശക്കണല്ലേ എൻ്റെ കൊച്ചൻ.